വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നവർക്ക് ഇളവില്ലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകില്ല. സുരക്ഷാ സേനകൾക്കെതിരായ ആക്രമണങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി സ്വതന്ത്ര അന്വേഷണ സമിതിക്ക് രൂപം നൽകും. കുറ്റകൃത്യ പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകാനും പ്രായപൂർത്തിയാകാത്തവരെ മോചിപ്പിക്കാനും ഉത്തരവ്. CJP അക്രമങ്ങളിലെ ഹർജികളിലാണ് നിർണായകമായ വിധി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, ഇപ്പോൾ നിർണായകമായ ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന ആ ഒരു അക്രമത്തിൽ പ്രക്ഷോഭങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നവർക്ക് ഇളവില്ലെന്ന് സുപ്രീം കോടതി ആഞ്ഞടിച്ചിരിക്കുന്നു. കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകില്ല. ഇത്തരത്തിലൊരു നിർണായകമായ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ നന്ദഗോപൻ. നമ്മൾ കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ നയിച്ച സമരങ്ങളുടെ മറവിൽ നടന്ന സംഭവ വികാസങ്ങളാണ് രാജ്യത്തെ പരമോന്നത കോടതി നിർണായക ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ ക്രമസമാധാന പാലനവും നിയമവാഴ്ചയും തകരാൻ അനുവദിക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളല്ലാത്ത പ്രായപൂർത്തിയായവരെ മോചിപ്പിക്കാൻ നിർദ്ദേശിച്ച കോടതി മുൻപ് മറ്റ് കേസിൽപ്പെട്ടവർക്ക് ഈ ഇളവ് ബാധകമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമരങ്ങളുടെ സമയത്ത് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ അക്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി ഗൗരവമായി എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ക്രമസമാധാന പാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് നടന്ന അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് കോടതി സൂചന നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രതിഷേധ സ്ഥലങ്ങളിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ഡ്രോൺ ക്യാമറ റെക്കോർഡുകളും പോലീസിന്റെ ബോഡി വെയർ ക്യാമറ ദൃശ്യങ്ങളും വയർലെസ് കമ്മ്യൂണിക്കേഷൻ രേഖകളും PCR കോളുകളും കൃത്യമായി സംരക്ഷിച്ചു വെക്കാൻ കോടതി എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡിജിറ്റൽ തെളിവുകൾ സുരക്ഷിതമായി സംരക്ഷിക്കുന്നത് വഴി സുതാര്യമായ ഒരു അന്വേഷണത്തിനാണ് കോടതി വഴി തുറക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസ് സ്വീകരിച്ച നടപടികളെ കുറിച്ചുള്ള മറുപടി ലഭിച്ച ശേഷമായിരിക്കും കേസിൽ തുടരന്വേഷണത്തിന്റെ ഘടന കോടതി തീരുമാനിക്കുക. ജനങ്ങളുടെ സമാധാനപരമായ പ്രതിഷേധിക്കുവാനുള്ള അവകാശത്തെ മാനിക്കുമ്പോഴും പൊതുമുതൽ നശിപ്പിക്കുന്നതിനെയും അതേപോലെ തന്നെ സുരക്ഷാ സേനയെ ആക്രമിക്കുന്നതിനെയും ന്യായീകരിക്കാനാകില്ലെന്ന കേന്ദ്ര നിലപാട് അടിവരയിടുന്നതാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. വ്യക്തമാണ്. ഡൽഹിയിൽ നിന്നും S നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.